വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്തും പ്രത്യേക നിങ്ങളായിരിക്കുന്നിടത്തോളം കർത്താവിൻ്റെ സ്നേഹത്തെ അറിയിക്കട്ടെ. ഇന്നത്തെ വചനചിന്തക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന പേർ വിളിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ശുശ്രൂഷയിലോട്ട് ദൈവം ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നും അപ്പോസ്തലന്മാരെ വേർതിരിച്ചു. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ വചനവാക്യങ്ങളാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും 6-ാം അധ്യായത്തിൽ നിന്നും 12-13 തിരുവചനങ്ങളിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ട വേദവാക്യം. കർത്താവ് വെറുതെ തിരഞ്ഞെടുക്കുകയല്ല. കർത്താവിൻ്റെ ഓരോ തിരഞ്ഞെടുപ്പിൻ്റെ മേലും പിതാവാം ദൈവത്തോടുള്ള ഒരു ഉടമ്പടിക്കകത്ത് കയറി നിന്നുകൊണ്ട്, ഒരു പ്രാർത്ഥനയ്ക്കകത്ത് കയറി നിന്നുകൊണ്ട് പിതാവിനോട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ പിതാവ് പുത്രനിൽ എന്താണോ വെളിപ്പെടേണ്ടത് ആ മഹത്വം വെളിപ്പെടേണ്ടതിനും അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തോടുള്ള പ്രാർത്ഥനയുണ്ട, ശ്രദ്ധിക്കണേ, ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി മുഴുവനും കഴിച്ചു. പ്രാർത്ഥനയുമായിട്ടൊരു രാത്രി മുഴുവനുള്ള പ്രാർത്ഥനയിൽ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു യേശു കർത്താവ്. നേരം വെളുത്തപ്പോൾ അവൻ തൻ്റെ കൂടെ നടക്കുന്ന, അല്ലെങ്കിൽ തന്നെ ഫോളോ ചെയ്യുന്ന, അവിടെയും കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു. അവരിൽ 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തു. ആമേൻ, ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ ചിന്തിക്കേണ്ടതായ വചനവുമായിട്ട് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ പിതാവാം ദൈവം തൻ്റെ മകനോട് എന്ത് പറയുന്നു അത് ചെയ്തെടുക്കുവാൻ തക്കവണ്ണം 12 പേരെ വേർതിരിച്ചു. നമുക്കറിയാം, ഒന്നാമൻ പത്രോസ് എന്നും പറഞ്ഞ് കർത്താവ് വിളിച്ചു വേർതിരിച്ചു. ഈ പത്രോസാണ് അപ്പോസ്തലന്മാരിൽ മൂപ്പനായിരിക്കുന്ന പത്രോസ്. യേശു കർത്താവിനെ തള്ളിപ്പറയുന്നു, വിളിച്ച വിളിയിൽ നിന്നും വേർവിട്ടു പോകുന്നു. 12ാമത്തെ പേര് വിളിക്കുന്ന യൂദ കറിയോസോത്ത എന്ന് പറയുന്ന യൂദ യേശുവിനെ ഒറ്റുകൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം അറിയാമായിരുന്നിട്ട് പോലും ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് പിതാവാം ദൈവം പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട സമയം ഇതെല്ലാം സംഭവിക്കണമെന്ന് നേരത്തെ അറിയാമായിരുന്നിട്ട് പോലും പിതാവിനറിയാം, പുത്രനറിയാം, എന്നിട്ട് പോലും ഇവരെന്നും മാറ്റി നിർത്താതെ ആ സ്നേഹത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു യേശു കർത്താവിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഇന്ന് ആത്മാവിൽ നിങ്ങളായിരിക്കുന്നിടത്ത് വളരെ ചിന്തിക്കേണ്ടതായ ഒരു സമയത്തിനകത്ത് നമ്മുടെ ആത്മീക ജീവിതത്തെ ഒരു മെതിവണ്ടിയാക്കി നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം എഴുന്നേൽക്കണം. കൃപാവരങ്ങളിലല്ല ദൈവം നമ്മളെ ഫോക്കസ് ചെയ്യുന്നത്. കൃപാവരങ്ങൾ ജനത്തിൻ്റെ കണ്ണ് തുറപ്പിക്കുവാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. നമ്മളെ വിളിച്ച വിളി, ദൈവമായിട്ടുള്ള ബന്ധം പ്രാർത്ഥനയാണ് ഒരു ജീവശ്വാസം. അതാണ് ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ. അതിനകത്തോട്ട് നിങ്ങളെല്ലാവരും എഴുന്നേൽക്കുക. അങ്ങനത്തെ ഒരു പ്രാർത്ഥന ജീവിതത്തിനകത്ത് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സൂപ്പർ നാച്ചുറലാക്കി മാറ്റും. അസാധാരണമായ ശുശ്രൂഷകളിലോട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകും. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ മേഖലകളിലും, സാമ്പത്തിക മേഖലകളിലും, ആരോഗ്യത്തിൻ്റെ മേഖലകളിലും, തലമുറയുടെ മേഖലകളിലും, സകല മേഖലകളിലും നിങ്ങൾ ഭാരപ്പെടുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഈ വചനങ്ങളാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.